ആരോപണങ്ങളിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കും ADGP MR അജിത് കുമാറിനും സംരക്ഷണ കവചമൊരുക്കി മുഖ്യമന്ത്രി. പി ശശി മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്നയാൾ. അന്വേഷണ റിപ്പോർട്ട് വരാതെ ADGPക്കെതിരെ ഒരു നടപടിയും ഉണ്ടാകില്ലെന്നും നിലപാട്. PV അൻവർ MLA സംശയനിഴലിൽ നിർത്തുന്ന ഒരു സാഹചര്യവുമായിരുന്നു പിണറായി വിജയന്റെ വാർത്താസമ്മേളനത്തിൽ കണ്ടത്. പി ശശിക്കെതിരായ PV അൻവർ MLAയുടെ ആരോപണങ്ങളോട് മുഖ്യമന്ത്രി പ്രതികരിച്ചത് രൂക്ഷമായ ഭാഷയിൽ. പാർട്ടി നിയോഗിച്ച് എൻ്റെ ഓഫീസിൽ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി അദ്ദേഹം പ്രവർത്തിക്കുകയാണ്. മാതൃകാപരമായ പ്രവർത്തനമാണ് അദ്ദേഹം നടത്തുന്നത്. ഒരു തരത്തിലുള്ള തെറ്റായ കാര്യവും അദ്ദേഹത്തിൻ്റെ പക്കലില്ല. ആര് പറഞ്ഞാലും അതെല്ലാം അവജ്ഞയോട് തള്ളിക്കളയുന്നു എന്നുള്ളതേ ഉള്ളൂ. ഒരു പരിശോധനയും അക്കാര്യത്തിൽ ആവശ്യമില്ല. നിയമപ്രകാരം സ്വീകരിക്കാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായി ചെയ്തിട്ടുണ്ടാവില്ല. ADGPക്കെതിരെ അൻവർ ഉയർത്തിയ പരാതിയിൽ അന്വേഷണത്തിന്റെ ഭാഗമായി ഉചിതമായ നടപടി സ്വീകരിക്കും. ആരോപണം ഉന്നയിച്ചെന്ന് കരുതി ആരെയും മാറ്റില്ല. ആരെങ്കിലും ആരോപണം ഉന്നയിച്ചു എന്നുള്ളതിൻ്റെ മേലെ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാളെയും മാറ്റുമെന്ന് ആരും തെറ്റിദ്ധരിക്കണ്ട. അത് സംബന്ധിച്ച് അന്വേഷണം നടത്തി ആ ആരോപണത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടെന്ന് കണ്ടാൽ ഉചിതമായ നടപടി സർക്കാർ എടുത്തിരിക്കും. അൻവറിന്റെ രീതികളെയും ഉദ്ദേശശുദ്ധിയെയും സംശയനിഴലിൽ നിർത്താനും മുഖ്യമന്ത്രി പറഞ്ഞില്ല. സ്വർണ്ണക്കടത്തിൽ പോലീസിന്റെ ഭാഗത്ത് തെറ്റുണ്ടായാൽ നടപടിയുണ്ടാകും. എന്നാൽ പോലീസിന്റെ മനോവീര്യം കെടുത്താൻ അനുവദിക്കില്ല. പോലീസിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റ് സംഭവിക്കുക എന്നത് ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. അങ്ങനെ തെറ്റ് സംഭവിച്ചെങ്കിൽ അതിൻ്റെ മേലെയുള്ള കർക്കശമായ നടപടിയിലേക്കും സർക്കാർ കടക്കും. അതേസമയം പോലീസ് സേനയുടെ മനോവീര്യം തകർക്കാനുള്ള ബോധപൂർവമായ നീക്കത്തോട് ഒരു തരത്തിലും യോജിക്കാനും കഴിയില്ല. സ്വർണ്ണക്കടത്ത് സംഘങ്ങളെ സഹായിക്കുന്നത് PV അൻവറാണോ എന്ന ചോദ്യത്തിന് നിങ്ങൾ എങ്ങനെയാണോ മനസ്സിലാക്കുന്നത് അങ്ങനെ മനസ്സിലാക്കാനും മുഖ്യമന്ത്രി മറുപടി നൽകി. എന്താണോ ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത് അതാണ് നാം കാണേണ്ടത്. ഇവിടെ ഞാൻ പറഞ്ഞ കാര്യം ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടവരെ ന്യായീകരിച്ച് പോലീസിനെ നിർവീര്യമാക്കി സ്വർണം കടത്ത് നിർബാധമായി നടത്തണം എന്ന ആഗ്രഹം സ്വർണ്ണക്കടത്തുകാർക്കുണ്ടാവും. അതിന് നമുക്ക് കൂട്ടുനിൽക്കാൻ കഴിയില്ല. ഇതാണ് ഞാൻ പറഞ്ഞ കാര്യം. പരാതി ഉണ്ടെങ്കിൽ പാർട്ടിയുടെയും മുഖ്യമന്ത്രിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തുകയായിരുന്നു അൻവർ ചെയ്യേണ്ടതെന്നായിരുന്നു മറ്റൊരു വിമർശനം. ആദ്യ വാർത്താ സമ്മേളനത്തിന് ശേഷം പരാതിയുണ്ടെങ്കിൽ നേരിട്ട് വരാൻ അൻവറിനെ അറിയിച്ചു. എന്നിട്ടും തുടർ വാർത്താ സമ്മേളനങ്ങൾ നടത്തി. ഫോൺ സംഭാഷണം റെക്കോർഡ് ചെയ്ത് പുറത്തുവിട്ടു. അജിത് കുമാറിനെതിരെ അൻവറിന് നേരത്തെ പരാതിയുണ്ടായിരുന്നു. ഇടതു പശ്ചാത്തലമില്ലാത്ത അൻവർ കോൺഗ്രസിൽ നിന്നും വന്നയാളാണ്. അൻവറിന്റെ ഫോൺ ചോർത്തൽ അന്വേഷിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ജനം, തിരുവനന്തപുരം.